ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്ന ഉടനെ കുവൈറ്റ് KMC സംഘടിപ്പിച്ച ഒരു വിജയാഹ്ലാദ പരിപാടിയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം നടത്തിയ ചില പരാമർശങ്ങൾ അനാവശ്യവും വിവേകശൂന്യവുമാണ്. അതായത് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അനുഗ്രഹം വാങ്ങിയ പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ആശീർവാദം വാങ്ങിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി P സരീൻ പരാജയപ്പെടുകയും മൂന്നാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തത് ആരുടെ കൂടെയാണ് കേരളീയ മുസ്ലിം സമൂഹം എന്ന് സമർത്ഥിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അതായത് അനാവശ്യമായിട്ടാണ് സമസ്ത പ്രസിഡന്റിന്റെ പേര് അവിടത്തേക്ക് വലിച്ചിഴച്ചിരിക്കുന്നത്. ഏത് നേതാവ് അല്ലെങ്കിൽ ആര് വന്നാലും തന്നെ അവരെ ആശീർവദിക്കാനും സ്വീകരിക്കാനും തയ്യാറുള്ളവരാണ് ഈ നേതാക്കന്മാരെല്ലാം തന്നെ. അതിലാരും തന്നെ രാഷ്ട്രീയം കാണാറില്ല. ഒരവസരം കിട്ടിയപ്പോൾ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ മേലെ കുതിര കയറിയിരിക്കുന്ന സംഭവം. ഇത് വളരെ അപലപനീയമായതാണ്. ഇത് സമസ്തയെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അതുമാത്രമല്ല, സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിനെതിരെയും തിരിഞ്ഞിട്ടുണ്ട്. അതായത് സുപ്രഭാതത്തിൽ സരിന് വേണ്ടി പരസ്യം വന്നതുകൊണ്ട് തന്നെ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ പത്രം ഏതാണ് അല്ലെങ്കിൽ അവർ ഏത് പത്രത്തിനോടൊപ്പമാണ് എന്ന് തെളിയുന്നുണ്ടെന്നും പറഞ്ഞിരിക്കുക. പക്ഷേ സമസ്തയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി ഇത്തരമൊരു പ്രസ്താവന വന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ സമസ്ത പ്രസ്താവന ഇറക്കിയിരിക്കുക. സുന്നത്ത് ജമാഅത്തിനെതിരെ മുസ്ലിം ലീഗ് വേദി ഉപയോഗപ്പെടുത്തി നിരന്തരം സലഫിയാശയം പ്രചരിപ്പിക്കുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കാനാവില്ല എന്നാണ് സമസ്ത പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, ലീഗ് പ്രസ്ഥാനത്തെയും സമസ്തയെയും പരസ്പരം അകറ്റി സലഫിസം നടപ്പാക്കാനുള്ള തൽപരകക്ഷികളുടെ ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യുമെന്നും അബ്ദുസ്സമദ് പൂക്കോട്ടൂരടക്കമുള്ളവർ ഒപ്പിട്ട പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം സലാമിന്റെ ഈ പ്രസ്താവനയെ വളരെ സീരിയസ് ആയിട്ടാണ് സമസ്ത എടുത്തിരിക്കുന്നത്. കുറെ നാളായി സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ അല്പം അകൽച്ചയിലാണ്, പിണക്കത്തിലാണ്. അതിന് മഞ്ഞുരുകി വരുന്ന സമയത്താണ് ഇത്തരമൊരു പ്രസ്താവന, അതും വിദേശത്ത് പോയി സലാം നടത്തിയിരിക്കുന്ന സംഭവം. ഇത് ഒരിക്കലും തന്നെ രാഷ്ട്രീയമായ ഒരു വിവേകമല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നുണ്ടാവും. ഈ തങ്ങന്മാരുടെ ആശീർവാദം കിട്ടിയാൽ മാത്രം ജയിക്കുമെങ്കിൽ അവിടെ ചേലക്കരയിൽ രമ്യ ഹരിദാസ് ജയിക്കേണ്ടതാ, ജയിച്ചില്ലല്ലോ. അതായത് വെറുതെ ഒരവസരം കിട്ടുന്ന സമയത്ത് പാണക്കാട് തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് അവരുടെ തൃപ്തി നേടിയെടുക്കാനുള്ള വില കുറഞ്ഞ അടവായി മാത്രമേ ഇതിനെ കാണാൻ പറ്റുള്ളൂ. സമസ്തയുടെ പ്രതികരണം വന്ന ഉടനെ ഇപ്പോൾ സലാം പറഞ്ഞിരിക്കുന്നത്, അതായത് ജിഫ്രി മുത്തുക്കോയ തങ്ങളെയല്ല സഖാവ് പിണറായി വിജയനാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന്. പലപ്പോഴും തന്നെ വില കുറഞ്ഞ വിറ്റ് പറഞ്ഞ് മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന ആളാണ് സലാം. ഇവിടെയും സലാം ചിരിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതൊന്നും തന്നെ കേരള രാഷ്ട്രീയത്തിൽ ആരും തന്നെ മാന്യമായ ഒരു സ്വഭാവമായിട്ട് കണക്കാക്കില്ല. സമസ്ത ഈ വിഷയത്തിൽ വളരെ ശക്തമായ പ്രതിഷേധം അറിയിച്ച സ്ഥിതിക്ക് തന്നെ പരസ്യമായി സമസ്തയോട് മാപ്പ് പറയുന്നത് മാത്രമേ സലാമിന്റെ മുന്നിൽ പോംവഴിയുള്ളൂ എന്നാണ് പറയാനുള്ളത്.